ഇവിടെ എത്ര വിലയുണ്ട്? ഇവിടെ എത്ര വിലയുണ്ട്? 12 പോവാ. ഇനി ഞങ്ങൾക്കൊരു 50 വില കൂടി കയറ്റാനുണ്ട്. അത് മഞ്ഞപ്രയിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നല്ല മഴയുള്ള നടുവോട്ട് എത്തി. നമ്മളെ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട്. എൽദോസിയുടെ വാഴക്കൊലകൾക്ക് മുമ്പിൽ. എൽദോസിയേട്ടൻ വെട്ടി വെച്ചാൽ കാണണോ? ഉണ്ടാ എൽദോസേട്ടൻ എന്ത് ചേട്ടനാണോ? എൽദോസേട്ടൻ ആണോ? ആ മഴയായി പോയില്ലേ? ചേട്ടനാണോ എൽദോസേട്ടൻ? നൈസ് ടു മീറ്റ് ചേട്ടാ. ഐ എം വിജീഷ്. അതല്ല അച്ഛനെ എടുത്തോണ്ട് വരട്ടെ. എൻ്റെ ഒരുമിച്ചാണ് കയറ്റിയ വരെ എല്ലാം തീരട്ടെ. ആ കുഴപ്പമില്ല. ഒറ്റയ്ക്കുള്ള അല്ലാണ്ട് എങ്ങനെയാ? അതെയോ? എന്റെ അമ്മ ഇതിപ്പോ എത്രണ്ണായി? വല്ല ഐഡിയ ഉണ്ടാവൂലേ? ഇനി 1/2 കിലോമീറ്റർ പോണോ? മച്ചാനെ ബാഗ് എടുക്കാമോ? ഞാൻ പോയിട്ട് വരാം. ആ ബാഗ് അകത്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു പണി മച്ചാനെ കൂടി ഒന്നോ ആ ബാഗ് ഇടാട്ടെ. ഞാൻ പോയിട്ട് വരട്ടെ. വെറുതെ എങ്ങനെ ഇതിന്റെ പരിപാടികളൊന്നും അറിയട്ടെ. വേഗം അതേ ദിവസമായിട്ട് പോണി ഒറ്റയ്ക്കാവും. മച്ചാനെ ഇവിടെ ഒന്നോ വണ്ടി വരാൻ ആരെങ്കിലും മരണെങ്കിൽ ഒന്ന് ബാക്ക് ഇടാനേ. ഞാൻ പോയിട്ട് വേഗം വരാം. കൂട്ടട്ടെ പാടത്തെത്തിളി. ഇപ്പോൾ ആർക്കെങ്കിലും കൃഷിനെയൊക്കെ പറ്റി വല്ല വിചാരമുണ്ടോ? ഒരു മിനിറ്റ് ദിവസമായിട്ട് ഞാനും വരാം. തെന്നുവോ? നിങ്ങൾ എന്തോരം പാട് കഴിച്ചാലാണല്ലോ ഈ സാധനം അവിടം വരെ ഒന്ന് എത്തണേ. അതെ എന്റെ പൊന്നെ ഇതൊക്കെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ വെള്ളം കെട്ടി പോകും. അത് കരപ്പടവിലാണ്. അത് ശരി. അതല്ല കായ അത്ര തേറിയ അല്ലെങ്കിൽ അത്ര തേപ്പുണ്ടാവില്ല. വെള്ളക്കെട്ടില്ല വന്നു കഴിഞ്ഞാൽ ഈ വള്ളി പോലെ ഇരിക്കുള്ളൂ. ഇതെല്ലാം നിക്കണ വാഴയാണ്. കണ്ടോ നീ? ആ തോട്ടം അങ്ങോട്ട് കൊറേ അങ്ങോട്ട് നീങ്ങിണ്ട്. അവിടെ അല്ലേ? 1/2 കിലോമീറ്റർ ഇല്ലേ? ഉണ്ട്. ആ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു പോയി. പറ്റാണ്ടാവൂലേ? ഞാൻ കുറച്ച് ചോക്കണുള്ളൂ. ബാക്കിത്തെ ചോക്കും. ഞാൻ പിന്നെ ട്രോളിക്ക് കൊണ്ടുപോകും. 2.5 വെച്ചാണല്ലേ പോവുള്ളൂ. പക്ഷെ ഇത് 2 കൊണ്ടുപോകാൻ ഒരു നേക്കാണ്ടാ. ഇത് ഒറ്റടിക്കാരും കൊണ്ടുപോകാനും പറ്റില്ല. നമ്മളിത് സ്ഥിരം തള്ളുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് തന്നെയല്ല ചാണകപ്പൊടിയായാലും ആട്ടുംകാട്ടായാലും ഇവിടെ മറ്റേ വളം കൊണ്ടിടാൻ നേരത്തില്ലേ? എന്തായാലും നമ്മൾ വിചാരിക്കണ മാതിരി അത്ര എളുപ്പമല്ല കൃഷി. ഇതിപ്പോ കൃഷി അതായത് ഇപ്പൊ എൽദോസേട്ടൻ വാഴ വെച്ചു. അത് കഴിഞ്ഞിട്ട് വാഴ നിലവിൽ കൃഷിയൊക്കെ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊലച്ചു. അത് കഴിഞ്ഞിട്ട് ആ കൊല ഇനി അവിടെ നമ്മുടെ അടുത്ത് എത്തിച്ച് നമ്മുടെ വണ്ടിയിൽ കയറ്റണവരെ ആ ചേട്ടന് പാടാണ്. പക്ഷെ ആ ചേട്ടൻ ഇത് അത്ര എൻജോയ് ചെയ്താണല്ലോ ചെയ്യണേ. അതാണ്ട് ആ ചേട്ടൻ്റെ എന്താ പറയണേ ആ മുഖത്തുള്ള ചിരി കാണുമ്പോൾ അറിയാം വളരെ സന്തോഷമായൊരു ലൈഫാണ്. അല്ല അങ്ങനെയല്ലേ ഞാൻ പറയണത്? ശരിയല്ലേ? ആ എൻ്റെ അമ്മു എന്തായാലും അടിപൊളിയായി പോയിട്ടോ. ഞാനേ ഇന്നലെ ഞായറാഴ്ച എന്നോട് മുതലാളി എടുക്കാൻ വരാൻ പറഞ്ഞാ. ഞായറാഴ്ചയാണോ അല്ല ഇന്നലെ മിനിഞ്ഞാന്നാണോ? മിനിഞ്ഞാന്ന് എന്നോട് എടുക്കാൻ വരാൻ പറഞ്ഞാ. ആ മിനിഞ്ഞാന്ന്. പക്ഷെ ഞാൻ റൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ ഇത്തിരി വൈകി. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ മടിഞ്ഞ്. എന്തായാലും വന്നത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ വീട്ടിലൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം അവിടെ ഇതുവരെ വാഴ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അനുഭവ സമ്പത്ത് എനിക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനുള്ളതാണ്. 6 ട്രിപ്പ് അല്ലേ? 5ാമത്തെ അല്ലേ? പിന്നെ ചെറുവണ്ടി അപ്പ 2 തീർത്തുണ്ട്. 3 തീർത്ത് അപ്പം. ഓക്കെ.
ചേട്ടന് കൃഷി മാത്രമാണേ ഉള്ളൂ? ആ. കൃഷിയുടെ അടയാളങ്ങളാണ് ഈ ബിനിയനിൽ കാണണേ അല്ലേ? പച്ചക്കറി വാഴ എന്തുണ്ട്? പച്ചക്കറി എന്തൊക്കെയുണ്ട്? പച്ചക്കറി ഇപ്പൊക്കെ തീർന്നു. ഇപ്പൊ തുടങ്ങാൻ പോകണം. എന്തൊക്കെ ഉണ്ടായിരുന്നു? കോലം, മറ്റേ കുക്കുമ്പർ, പള്ളിപ്പയറ്, പിന്നെ ചീര. ചീരയൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് എനിക്കും വേണം. അടിപൊളി മറ്റേ പണ്ടത്തെ ചീര കിട്ടാനില്ലല്ലോ. ഏതാന്ന് മനസ്സിലായോ? ഈ വെയിലിക്ക കാണുന്ന ചീര, അത് നല്ല ടേസ്റ്റ്. അത് മുള്ളൻ ചീര അതൊക്കെ കൂട്ടി അതുണ്ടെങ്കിൽ അതൊരു ചാളവറുത്തതും മതി. ഓ, എൻ്റെ വീട് കോടനാട്. നമ്മുടെ പുതിയ ആനക്കൂട് അറിയോ? അതിന്റെ അടുത്താ. ഇവിടെ ഉള്ള സാജു, BC സാജു ചേട്ടൻ. പിന്നെ അത് ശരി. ആഹാ, മക്കളുടെ പേര് സയ്യോ സാമോ അല്ലല്ലോ, ജോമോനോ? സാജു ചേട്ടൻ്റെ മക്കളുടെ പേര് ഒരാണും ഒരു പെണ്ണും. എനിക്കറിയാം. എൻ്റെ പേര് പിടിന്ന് കിട്ടണല്ലോ എൻ്റെ വായില്. അത് ശരി. അവർ ആദ്യം കാട്ടിലായിരുന്നു താമസം. മാറി. ആ കാട്ടിന്റെ ആ വഴിക്കാണ് ഞാനിപ്പോ പുഴയിൽ കുളിക്കാൻ പോണത് 2ാം വാരം കഴിഞ്ഞിട്ട്. അതായത് അവിടെ അയ്യപ്പന്റെ അമ്പലമില്ലേ, അതിന്റെ താഴെയാണ് വേറെ ചെറിയ തുള്ളണ അമ്പലം കണ്ടോ? ആ അമ്പലത്തിന് തൊട്ട് മുകളിൽ കാണുന്ന വീടാണ് എൻ്റെ. ആ ഞാൻ നിങ്ങളുടെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഉവാ ഉവാ. എല്ലാം മഴയായിട്ടോടെ ഞാനാണ് ഈ കൊടയെടുത്തല്ല കോട്ടും എടുത്തല്ല. അത് ശരി. നമ്മുടെ വീച്ചാണ് നമുക്ക് നല്ല രീതിയിൽ വിൽക്കാനേ. ആഹാ, അടിപൊളി. പൗരൂസിന്റെ കായായിട്ട് ഞാനാട്ടോ പോണത്. ഇത്തിരി റിസ്ക്കാണ്. ചേട്ടന് സിമ്പിള്. നീ ഒരു കാര്യം ചെയ്തോ, നിർത്തിക്കോ. അല്ല, കുഴപ്പമില്ല. പതുക്കെ പോന്നാ മതി. നേക്കാണല്ലേ, ഒരു നേക്കിന് പിടിക്കണം. കുഴപ്പമില്ല. ഭാരം അറിയാനുള്ളാട്ടാ. ആ ചരിഞ്ഞു പോരുതില്ലേ? ഇല്ല, ചെരിഞ്ഞു പോരുത്. ചെരിഞ്ഞു പോയാൽ ആ വശത്തേക്ക് മറിയും. ലെവലില് പിടിച്ചോളണം. ഇതൊരു നൂൽപ്പാലത്തിക്കുള്ള കളി എന്തായാലും. നമ്മളിത് സ്ഥിരം വർക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളെന്ത് പുഷ്പമായിട്ട് പക്ഷെ ഇത് വെയിറ്റ് അറിയാട്ടാ. ഈ ചരിഞ്ഞു പോകുമ്പോ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ടെൻഷൻ വരുള്ളൂ. ഈ നെയ്ക്കിന് പോയാൽ കുഴപ്പമില്ല. ഇത്തിരി ശ്രദ്ധിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ.